ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിജയിച്ചവരോടല്ല, മറിച്ച് തളർന്നു വീണിട്ടും വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന പോരാളിയോടാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു വരിയുണ്ടതോ, എനിക്കിത് സാധിക്കില്ല എന്ന്. അതൊരു പച്ച കള്ളമാണ്. കാരണം നിങ്ങൾ ഇന്നും ഇവിടെയുണ്ട്. ഇതുവരെ നിങ്ങൾ തോറ്റുകൊടുത്തിട്ടില്ല. ചില ദിവസങ്ങളിൽ തോന്നും എത്ര ശ്രമിച്ചാലും പഴയ അവസ്ഥ തന്നെ, ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ശരി, പക്ഷെ ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ തോറ്റുകൊടുക്കാൻ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ എപ്പോഴെങ്കിലും തോറ്റുകൊടുത്തിട്ടുണ്ടോ? ഒരു നിമിഷം സ്വന്തം വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. അമ്മ, നിങ്ങൾ ഉറങ്ങുമ്പോൾ അവൾ ഉണർന്നിരിക്കുന്നു. അവൾ ഒരിക്കലും പറയില്ല എനിക്ക് വേദനിക്കുന്നു എന്ന്. പക്ഷേ ലോകം അംഗീകരിച്ച സത്യം മറക്കരുത്. വേർ ദർ ഈസ് ലൈറ്റ് ദർ ആർ ഓൾസോ ഷാഡോസ്. അമ്മയുടെ ചിരി വെളിച്ചമാണെങ്കിൽ അവൾ നമുക്കായി സഹിക്കുന്ന നിശബ്ദമായ കഷ്ടപ്പാടുകൾ ആ വെളിച്ചത്തിന് പിന്നിൽ നിഴലാണ്. ഇനി അച്ഛൻ, അദ്ദേഹം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, പഠനം എങ്ങനെ പോകുന്നു? ജീവിതത്തിന്റെ പരുക്കൻ സത്യം ഇതാണ്. പീപ്പിൾ കനോട്ട് ഷോ ദെയർ ട്രൂ ഫീലിംഗ്സ്. അച്ഛന്റെ ആ മൗനത്തിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ച വേദനയുണ്ട്. നിങ്ങൾ പറയുമ്പോൾ ഇന്നെനിക്ക് മൂഡില്ല എന്ന് അവർക്ക് എപ്പോഴെങ്കിലും അങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശരീരം തളർന്നിട്ടും അവർ ജോലിക്ക് പോയി. ഭയമുണ്ടായിട്ടും അവർ പിന്തിരിഞ്ഞില്ല. ഉറക്കത്തിൽ നിന്നും ഉണർന്ന് യാഥാർത്ഥ്യത്തെ നേരിടുക. വേക്ക് അപ്പ് ടു റിയാലിറ്റി. നത്തിങ് ഗോസ് ആസ് പ്ലാൻഡ്. യാഥാർത്ഥ്യം കഠിനമാണ്, പഠനം എളുപ്പവുമല്ല. പക്ഷേ സത്യത്തെ അംഗീകരിക്കാത്തവർക്ക് ഒരിക്കലും ഭാവി മാറ്റാൻ കഴിയില്ല. ഓർക്കുക, റിയാലിറ്റി ഈസ് മെയ്ഡ് ഓഫ് പെയിൻ. അവർ ആ വേദന സ്വയം ഏറ്റെടുത്തു നിങ്ങൾക്കായി. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന അപമാനങ്ങൾ, നിങ്ങളുടെ കുറവുകളെ നോക്കിയുള്ള മറ്റുള്ളവരുടെ ചിരി, അതൊന്നും മറക്കരുത്. ഇന്ന് നിങ്ങളെ നോക്കി പരിഹസിച്ചവരുണ്ടല്ലോ, ഇന്ന് നിങ്ങളെ പുച്ഛിച്ച് തള്ളിയവരുണ്ടല്ലോ, അവർക്ക് മുൻപിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കണം. നാളെ നിങ്ങൾ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ കളിയാക്കിയ അതേ ആളുകൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കണം. അന്ന് നിങ്ങളുടെ വാക്കുകളല്ല, നിങ്ങളുടെ വിജയം അവർക്കുള്ള മറുപടിയാവണം. കഠിനാധ്വാനം അതിപ്പോൾ നിങ്ങളുടെ മാത്രം കൈകളിലാണ്. കാരണം പവർ ഈസ് ദി എബിലിറ്റി ടു മേക്ക് തിങ്സ് ഹാപ്പൻ. ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ആ ഫോൺ മാറ്റിവെക്കൂ, ഒഴികഴിവുകൾ അവസാനിപ്പിക്കൂ, മടിയിൽ നിന്നും പുറത്തുവരൂ. ഇന്നത്തെ കഠിനാധ്വാനമാണ് നാളത്തെ ആദരവ്. ഇപ്പോൾ കഷ്ടപ്പെടുമോ, അതോ ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കണോ? നിങ്ങളുടെ വിജയം അമ്മയുടെ ഉറക്കമില്ലാത്ത രാത്രികൾക്കുള്ള മറുപടിയാണ്. അച്ഛന്റെ വിയർപ്പിന്റെ വിലയാണ്. നിങ്ങളെ കളിയാക്കിയവർക്കുള്ള ചുട്ട മറുപടിയാണ്. ഇപ്പോൾ ആ പുസ്തകം തുറക്കൂ. അവർ നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ കൈവിടരുത്.